ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പറയുന്നു സുഖമാണോ? അപ്പോൾ അതേ നമ്മൾ ആഫ്റ്റർ ലോങ് ടൈം ഒരു വർഷത്തിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് ട്രിപ്പ് വന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യം ട്രിപ്പിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഞാനും റിയാമ്മയും മാത്രമേ ഉള്ളൂ, പിള്ളേരില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടല്ലോ, ബെറാത്ത്. അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ബെറാത്തിൽ പോകുന്നു. പിന്നെ ഇവിടുന്ന് ഒരു ലൊക്കേഷൻ പോകുന്നു, അങ്ങനെ സറാണ്ടയായിട്ടാണ്. നമ്മൾ ഇന്നലെ എത്തിയായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി എത്തിയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ നിർത്തില്ല. അപ്പോൾ ഇന്ന് തൊട്ടാണ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ വരുന്ന വഴികളും കാര്യങ്ങളും നിങ്ങൾ ഇതിൻ്റെ വീഡിയോ പുറകെ കാണും. അപ്പോൾ നമ്മളിപ്പോൾ ബെറാത്തിലാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബെറാത്തിലെത്തി. ഞങ്ങൾ ഇനി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാറ് പാർക്ക് ചെയ്ത് ബെറാത്തിലെ 1000 വിൻഡോസ് കാണാൻ പോവുകയാണ്. പക്ഷെ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും ഇട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ബെറാത്തിലെ 1000 ഓഫ് വിൻഡോസ് കാണാൻ വരുന്നവരുണ്ട് ഒത്തിരി പേര്. അപ്പൊ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇന്ന് നൈസാട്ടോ, ഫുള്ളൊരു മലയും. അത് ഒരു മലയുടെ ഇതിനകത്തായിരിക്കും തോന്നുന്നു ആ വീടുകളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് ഞങ്ങൾ ഇത് ഗൈസ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ആ പാലത്തിന്റെ അവിടെ പോയി. ഇവിടെ ആക്റ്റീവ് ആട്ടോ, ബിസിയാ. ഉണ്ടോ? ഇങ്ങോട്ടെങ്ങനെ ഇറങ്ങും ഗൈസ്? ഇതിന്റെ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട്. പേയാൻ പാർക്കാണ്. അവിടെ പാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ പോയി കാണേണ്ടവർക്കൊക്കെ പോയി കാണാം. അതൊരു നല്ല കാര്യം കേട്ടോ, തൊട്ടടുത്ത് നമുക്ക് പാർക്കിംഗ് ഉള്ളത്. അതെ, പാർക്കിംഗ് ഒത്തിരി പേര് വിഷയം ഉള്ളതുകൊണ്ട് ഞങ്ങളാണെ ഉള്ള കാർ പാർക്കിംഗ് എവിടെ നിയർമി ഒക്കെ അടിച്ചാണ് വന്നത്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കിടിലൻ ലൊക്കേഷനാണ്, കണ്ടു നോക്ക് കേട്ടോ. അടിപൊളിയല്ലേ? നൈസ്. നമ്മളിപ്പോൾ എവിടെ നിൽക്കണേ? അപ്പോൾ നമ്മൾ അൽബേനിയയിലെ ബെറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൻ്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. നൈസ്. ഞാൻ അവിടെ എത്തി. മഴ പെയ്തു കഴിച്ചു. മഴ. ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറി നടക്കണം, എന്നിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. ഒന്നും കറങ്ങാൻ പോകണം. നല്ല മഴയായിരുന്നു കഴിച്ചു. നമുക്ക് അതുകൊണ്ട് നമ്മൾ കടയിൽ കയറിയൊക്കെയാണ്. രസമുള്ളൊരു കുഞ്ഞ് ബ്യൂട്ടിഫുൾ ആയ ടൗണാണിത്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് അല്ലേ? അടിപൊളി ടൗൺ. ടൗണുണ്ട്. ആ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ടൂറിസ്റ്റുകൾ നമ്മൾ വരുന്ന വഴിക്കില്ല ആൾക്കാരും ബഹളം കാണാതെ നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. മഴ പെയ്തു. അപ്പോൾ പിന്നെ ഇവിടുത്തെ റിവ്യൂ നോക്കിയിട്ട് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ തോന്നുന്നുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എനി എന്നാണ്. നല്ല വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. സെൻറ്ററിൽ തന്നെയാണത്. റിയാമ്മ പുതിയ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ തുടങ്ങിയിട്ടുണ്ട്, റിയ ബിജു 2.0. എല്ലാവരും ഫോളോ ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഇല്ല, പക്ഷേ എങ്കിലും എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ 2 ഐറ്റംസ് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. തന്നെ തവി കുഷിയും പിന്നെ ബറാക്കി എന്ന് പറഞ്ഞ സാധനം ഇവിടുത്തെ ലോക്കൽ ഡിഷാണ്. അപ്പോൾ ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ അതാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കണേ. ഇനി ബാക്കി ഫുഡ് വന്നിട്ട് കാണാം. നല്ല ആംബിയൻസ് ആണ് എന്തായാലും. ഹോട്ടലിൽ നല്ല കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. നല്ല ലോക്കൽ ലുക്കുള്ള നല്ല വ്യൂ ഉണ്ട്. ലോക്കൽ വാറ്റ് ആൻഡ് ഓറഞ്ച് ജ്യൂസ് ഇതാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞേക്കണേ. എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പണ്ട് നമ്മളിവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ 2 രൂപ അടിച്ച് പറഞ്ഞോ. അതുപോലെയാണോ വെള്ളം ചേർക്കണോ വേണ്ടെന്ന് നോക്കട്ടെ. ഇത് വാറ്റാന്നാണോ പറഞ്ഞത് ഇവിടെ. അപ്പോൾ ചേസ് അമ്മേ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ഫുഡ് ഫർഗീസ.
ഇത് യോഗട്ടും എന്തോ കറിയൊക്കെയാന്ന് തോന്നണം. ഇത് ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി പറയാം. ഗൈസ്, ഞങ്ങൾ ഇതാണ് മേടിച്ചിരിക്കുന്ന ഫുഡുകൾ. ഒരു ലാമ്പും ഒരു ബർഗേസയാണ്. കഴിച്ചു നോക്കിയിട്ട് പറയാം. ചമ്മന്തി ഇല്ലേ നല്ല ചൂട് ഫ്രഷ് ബേക്കറി ഫുഡാണോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ചൂടാടാന്ന് അറിയും. രണ്ടും നല്ല ചൂടാണ്. നമുക്ക് മൂല്യറ് വേണം. നമുക്ക് മട്ടൺ ട്രൈ ചെയ്യാം. മട്ടനെ പൊതുവെ ട്രൈ ചെയ്യാറില്ല പുറത്ത് വയ്ക്കുന്നത്. പക്ഷെ അവിടുത്തെ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത് ഇതുപോലെ യോഗട്ട് കറിക്കകത്താണ്. ഇതാണ് തവി കുഷി. ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല മണം കിട്ടണം. നല്ല മോശം പറയാനില്ല. ഇത് മട്ടനൊക്കെ ആവശ്യം മുമ്പിലുണ്ട്. അത് ഇഷ്ടമുള്ളത് കഴിക്കാം, അല്ലാതെ ഇഷ്ടപ്പാടാ കഴിക്കാം. ബാക്കി ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അൽബേനിലെ റെസ്റ്റോറൻറ്റിൽ ഇട്ടേക്കുന്ന പാട്ട് ഒരു ഹിന്ദി പാട്ടാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറയുമ്പോൾ മറ്റേ തേരി മേരി അവാന. ഞാൻ ആദ്യം പറഞ്ഞത് തോന്നി അൽബേനിയൻ പാട്ടാണ്, പക്ഷേ നോക്കുമ്പോൾ ഹിന്ദി പാട്ട് അവിടെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ വെയിലൊക്കെ ആയി. നേരത്തെ നല്ല മഴയായിരുന്നു. ഇച്ചിരി നേരത്തെ മഴ ഉണ്ടാകണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നു. ഒരു രസമുള്ള ഒരു സ്ഥലമല്ലേ, എന്താ ഇതിന് പറഞ്ഞേ. നല്ല അടിപൊളി കുഞ്ഞൊരു വില്ലേജും നല്ല വൃത്തിയുള്ള സ്ഥലം. ആ, റിവറുണ്ട്, മലയുണ്ട്, ഏറ്റവും ഭംഗി. അപ്പോൾ അതിന് 1000 വിൻഡോസ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 1000 വിൻഡോസ് ഇവരുടെ ഈ വിൻഡോയിൽ കൂടി ഇവർക്ക് നല്ലതായിട്ട് സൺലൈറ്റ് കിട്ടും. പിന്നെ നല്ല വ്യൂ, ആ റിവറിലേക്കുള്ള വ്യൂ, അങ്ങനെ ആ രീതിയിലാണ്. പിന്നെ നല്ല കാറ്റല്ലേ, അങ്ങനെയുള്ള രീതിയിലാണ് ഇത് പണിത് വെച്ചേക്കുന്നതെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ നടക്കുകയാണ്, നാട്ടുവഴികൾ നടക്കുകയാണ്. ഫുഡ് വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. ഫുഡിന് 20 യൂറോ ആയുള്ളൂ. യൂറോ നോക്കുകയാണെങ്കിൽ ഇവിടെ ലേക്കും യൂറോയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാർഡ് കൊടുക്കും. ഞങ്ങൾ മറ്റേ കറൻസി എക്സ്ചേഞ്ച് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നടക്കുക. അതെ, അതിൻ്റെ ആവശ്യമില്ല ബേസിക്കലി. അടിപൊളിയല്ലേ? ഒത്തിരി ചൂടുമില്ല. പക്ഷെ കണ്ടാ പറയാ നേരത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. മഴ പെയ്താന്ന് പോലും തോന്നിയല്ല. ഇത് മറ്റേത് ബുക്ക് ചെയ്താൽ മതി. റെസ്റ്റോറൻറ്റ് റെഡിയാണ്. വീട്ടിലാണോ തോന്നുന്നത്? ആ ഒരു ഫീൽ ഉണ്ടല്ലേ. അടിപൊളിയാ, പീസ്ഫുൾ. അതെ, നല്ല രസമുണ്ട്. പിന്നെ ഒത്തിരി ഹിസ്റ്ററീസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. പഴയ ബിൽഡിംഗ് ആണ്, ഒത്തിരി പഴയ ബിൽഡിംഗ് ആണ്. മലയുടെ മേളിൽ നിർത്തിയേക്കുന്നത്. അതെ, നമ്മൾ ഒത്തിരി പിന്നെ കാണിക്കാത്ത ഇഷ്ടംപോലെ വീഡിയോസുകളിലെല്ലാം നമ്മളിത് കാണുന്നുണ്ട്. യൂട്യൂബ് ഇപ്പോൾ തുറന്നാൽ നമ്മൾ അൽബേനിയ ട്രിപ്പ് തന്നെയാണ് കൂടുതലും. നമ്മൾ പേജിൽ നമ്മൾ ഇടണല്ലോ, നേരത്തെ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നമ്മളവിടെ നടന്നു വന്നപ്പോൾ നമ്മൾ കണ്ട വേറെ വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഇതുണ്ടോ, രണ്ട് സൈഡിൽ ഇതുപോലെ 1000 വിൻഡോസ് എന്ന് പറഞ്ഞ പോലെ വലിയ വലിയ വിൻഡോസ് ഉള്ള വീടുകൾ. ഭയങ്കര എസ്തറ്റിക് ആണോ? ഗൈസ്, നമ്മൾ റീൽസ് ഷൂട്ടിംഗ് ആണ്. അൽബേനിയ എങ്ങനെയുണ്ട്? നല്ല രസമല്ല കാണാൻ. പ്രത്യേകിച്ച് ബെറാത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്ത് രസമല്ല കാണാൻ. വീട്ടിലൊക്കെ ആൾക്കാരില്ലാതെ ഞങ്ങൾ സമയം എടുത്ത വീട്ടിലൊക്കെ. നേരത്തെ പറയും പിള്ളേരുള്ളതാണ്, ഇപ്പൊ വീടുള്ളതാണ് പ്രശ്നം. എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ സമയത്ത്.
ഇത് വേറൊരു പാലം, ഓപ്പോസിറ്റ് ഒരു പാലമാണ്. നമ്മൾ അവിടെ നിന്നാണ് ആദ്യം വീഡിയോ എടുത്തത്. മെയിൻ പരിപാടി ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇതെടുക്കണം. അതെടുക്കാം, അതെടുക്കാം. അതാ, ഇതാണ് നമ്മളടുത്ത. അതെ. അപ്പോൾ നമ്മൾ ഈ ബറാത്തിൽ നിന്ന് യാത്രയാണ്. ഇവിടെ ഒരു കാസ്റ്റലൊക്കെ ഉണ്ട്. നമ്മളെ കാസ്റ്റലിൽ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ താഴത്തെ വിൻഡോസിൻ്റെ അതിലേക്ക് കയറി ആ ഇടനാഴിക്കൂടെ പോയി ഒരു ഇത് മേടിച്ചിട്ടുണ്ട്, മാഗ്നറ്റ് മേടിച്ചല്ലേ. മാഗ്നറ്റൊക്കെ മേടിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇല്ല, നമുക്ക് ഇനിയും കുറച്ച് സ്ഥലങ്ങൾ കണ്ടെത്താനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സ്ഥലം ആക്ച്വലി മദർ തെരേസ ഈ രാജ്യക്കാരിയാണ്, രാജ്യക്കാരാണ്. ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പേരും അതെ, തിരാന TIN. അപ്പോൾ തെരേസ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അതോ തെരേസ എന്നാ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഓക്കെ, ഹൗവർ. അപ്പോൾ അതെ അതെ, നമ്മൾ നൈസാണ് സ്ഥലം. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക. അപ്പോൾ നമ്മൾ ബറാത്തിൽ നിന്ന് തിരിച്ച് പോവുകയാണ് ഗൈസ്. നമ്മൾ വന്ന പാലത്തിൽ കൂടെ തിരിച്ച് അടുത്ത പാലം കയറി നമ്മൾ തിരിച്ച് പോകുന്നുണ്ട്. നിയമം എങ്ങനെയുണ്ട് മൊത്തത്തിൽ? മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. എല്ലാവരും വരിക. വലിയ പൈസയില്ല, ഞങ്ങൾ ചീപ്പാണ്. ചീപ്പായിട്ട് വളരെ ഇതിലും ചീപ്പായിട്ട് വരാം. നമുക്ക് ബാക്ക് പാക്കായിട്ട് വരാം. ചെറിയ ചെറിയ ഇതൊക്കെ എടുത്ത് വരാം. നമ്മൾ എടുക്കുന്ന ഹോട്ടൽസും ഇതും വണ്ടിയൊക്കെ പോലെ ഇരിക്കും. നമ്മൾ വണ്ടി വേണ്ടടുത്ത് ഓട്ടോമാറ്റിക് വണ്ടി 80 യൂറോയാണ് 4 ദിവസത്തേക്ക് വന്നിരിക്കുന്നത്. വലിയ നഷ്ടമില്ല, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഫോക്സ്വാഗൻ്റെ T-Cross വണ്ടി നമ്മളെടുത്തേക്കണേ. ഇനി നമ്മളിവിടെ നടത്താൻ നമ്മുടെ 2 ദിവസം നമ്മൾ സറാണ്ടയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നമ്മൾ സറാണ്ടയ്ക്ക് പോകാനുള്ള പ്ലാനാണ്. ഇഷ്ടപ്പെട്ട് കൊള്ളാം. ഒരു പ്രത്യേകത പിള്ളേരെല്ലാവരും നമുക്ക് ചെറിയ മിസ്സിങ് ഉണ്ട്, ഇല്ലെന്ന് നിങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ വേറൊരു രസമാണ്. നമ്മളിപ്പോൾ എത്ര നാളല്ലേ തന്നെ വന്നിട്ട് വെയിലും ഉണ്ടായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഞങ്ങൾക്കൊരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് അമ്മ വന്നതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പിള്ളേരെ കൊണ്ട് വരണമെങ്കിൽ വേറെ കുറച്ചുകൂടെ ഗ്യാങ്സ് എന്തെങ്കിലും എനിക്ക് പറ്റുള്ളൂ. ടേക്ക് കെയറിങ് അല്ലെങ്കിൽ വീഡിയോ എടുപ്പ് ഒന്നും ഞങ്ങൾക്ക് നടക്കത്തില്ല. അതെ, ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബറാത്തിൽ നിന്ന് ഞങ്ങൾ സറാണ്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബറാത്തിൽ നിന്ന് സറാണ്ടയിലേക്ക് ഒരു 3 hour മേളിലുണ്ട് ജേർണി. ഞങ്ങളിനി 2 days സറാണ്ടയിലായിരിക്കും. നമ്മളിനി ബീച്ച് വൈബിലേക്ക് പോവുകയാണ്. അപ്പം നമുക്കിനി സറാണ്ടയിലെ പോകുന്ന വഴിയും കൂടെ കാണിച്ചു തരാം. പിന്നെ ബാക്കി സറാണ്ടയുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ വേറൊരു വീഡിയോയിലായിരിക്കും കാണിക്കുന്നത്. എൻഡ് ചെയ്യും. പോകുന്ന വഴിയൊക്കെ നാട്ടിലെ ഒരു വഴി കൂടെ പോകുന്നവരുണ്ട്. അതെ, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മലയുടെ താഴത്ത് കൂടെ പോകുന്നു. നൈസ് റൂട്ട് അല്ലേ? നൈസാ. നമ്മൾ സറാണ്ടയ്ക്ക് പോകുന്ന വഴിയാണ്. നമ്മളിപ്പോൾ ഇടയ്ക്കൊരു ചായ കുടിക്കാൻ വേണ്ടി നൈസായിട്ട് ഇറങ്ങിയതാണ്.
ഒരു 1.5 മണിക്കൂർ കൂടെ ഉണ്ട്. നല്ല ഡ്രൈവുണ്ട്, ഓടി എത്തുന്നില്ല. ഞങ്ങൾ ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്നതാണ്. വ്യൂ ഒക്കെ ഉള്ളൊരു പീസ്ഫുൾ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നല്ല ഫ്രഷ് കപ്പിച്ചീനോ നമ്മൾ ഓർഡർ ചെയ്തത്, ഫ്രഷ് കപ്പിച്ചീനോ. അപ്പോൾ അത് കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങും. അത്യാവശ്യം ഓട്ടോ ഉണ്ട്, പക്ഷേ രസമാണ്, നൈസ് റോഡാണ്. അങ്ങോട്ട് കാഴ്ച വേണ്ടത് ഇങ്ങനെ വരാം, നല്ല മലയും താഴ്വാരങ്ങളും ഒക്കെ ആയിട്ട് നല്ല കിടിലം, നല്ല സ്ട്രോങ് സാധനമാണ് കേട്ടോ. ഇതടിച്ച് കഴിഞ്ഞ് ഉറങ്ങത്തില്ല. നമ്മൾ ഈ നമ്മുടെ ലൊക്കേഷൻ എത്താൻ വേണ്ടി ഏകദേശം 45 മിനിറ്റ്. In 600 meters, turn right onto Ruga Kardik, Sarande, Ruga Irari Kardiki, Sarande. സറാണ്ടയ്ക്ക് പോവുകയാണ്. പക്ഷേ ലോകത്ത് എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും ഞാൻ പോലീസുകാരുണ്ടെങ്കിൽ ചെക്കിങ്ങിന് എല്ലാവരും കാണിക്കുന്ന ഒറ്റ ഇതേ ഉള്ളൂ, ഡിമ്മടിച്ച് കാണിക്കുക. അതുകൊണ്ട് ഇഷ്ടം പോലെ അവർ കാണിച്ചു. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല വിശാലമായ സ്ട്രേറ്റ് റോഡാണ്. പോലീസുകാരെ കണ്ട ഓപ്പോസിറ്റുള്ളവര് പോലീസുകാരെ കണ്ടുകഴിയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ളവര് നമുക്ക് ഡിമ്മടിച്ച് കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. വളരെ നല്ല ആളുകളാണ് കേട്ടോ ആ കാര്യത്തില്. പോലീസുകാരെവിടെ ഉണ്ടോ ഡ്രൈവർമാർക്കല്ല ഒറ്റ ഭാഷയുള്ളൂ, ഡിമ്മടിച്ച് കാണിക്കുക. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. രക്ഷപ്പെട്ടു. ഇവിടെ നല്ല റോഡാ, ചവിട്ടി പറന്നു പോരാ. പക്ഷെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അണ്ണന്മാര് കിടപ്പുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് വന്നവന്മാരെ കാണിക്കുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങോട്ട് നല്ല വ്യൂ. നമ്മള് ഡ്രൈവൊക്കെ അടിപൊളി. ഇവിടെ എന്തായാലും വരുമ്പോൾ വണ്ടി എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. എനിക്കറിയത്തില്ല ആൾക്കാർ ബസ്സൊക്കെ എടുത്ത് എങ്ങനെ പോകുന്നുള്ളത്. ഈ റോഡൊക്കെ അല്ലേ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ആ ഇരുന്ന് ഓടിക്കണം. ഒരാളുകളുണ്ടെ സുഖം, മാറി ഓടിക്കാൻ സുഖം. മലയോട് മല, എന്തോരം മല. നൈസ് റോഡാ, എന്ത് പറയാല്ലേ. മസ്റ്റ് വിസിറ്റ് ലിസ്റ്റിൽ അൽബേനിയ കേട്ടിട്ടുള്ളൂ ഗൈസ്. മൗണ്ടൻസ് ഒക്കെ ഇഷ്ടം. വഴി തുറന്ന് ടണലിലേക്ക് നമ്മൾ പുതിയ ടണലിൽ പോകണം. കേൾക്കണം, അത് പുതിയതെങ്ങാണ്ടാണോ? 70 സ്പീഡുണ്ട് കേട്ടോ. ഇരുട്ടിന്ന് വെട്ടത്തിലോട്ട് വരാം. നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. ഇടയ്ക്ക് ഒരു പുറങ്ങളെടുത്ത് 1.5 മണിക്കൂറേ ഉള്ളൂ. ഞാൻ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. വ്യൂ കാണിച്ചുതരാം. ഇവിടെയുള്ള ഡ്രൈവ് ഒരു രക്ഷയില്ല. എൻ്റെ പിന്നെ സറാണ്ടയ്ക്കുള്ള ഡ്രൈവ് അടിപൊളിയാണ്. സറാണ്ടയിലോട്ട് ഞങ്ങൾ എത്തി. പക്ഷെ ഇവിടെ ഞങ്ങൾ ബീച്ച് ഒന്നും കാണുന്നില്ല. 11 മിനിറ്റ് കൂടെ ഉണ്ട്. ബീച്ചെല്ലാം ഹിഡൻ. സിറ്റിയുടെ അകത്തോട്ട് കയറി. അതെ അതെ, ഹിഡൻ ബീച്ച് എന്നാ തോന്നുന്നത്. കണ്ടുപിടിക്കണം. അവിടെ ബീച്ച് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ മഴ പുറകിലാണ് നമ്മൾ പറ്റിക്കപ്പെട്ടതാ. പക്ഷെ അവിടെ മഴക്കാറായല്ലോ. അത് ശരിയാണല്ലോ. ബീച്ചെത്തി കാണുന്നില്ലേ ബീച്ച്? കാണുന്ന ബീച്ചല്ലേ? ബീച്ചാണോ? അതെ അതെ, ബീച്ചാണ് ഗൈസ്. ഏകദേശം എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ സറാണ്ടയിൽ എത്തുന്ന 10 മിനിറ്റിന് മുന്നേ വരെ മലയാ കാണുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ബീച്ചിലേക്ക് എത്തുന്നത്. ഫൈനലി നമ്മൾ നമ്മുടെ മെയിൻ ലൊക്കേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. ഒരു സോഫ, ബെഡ്, ടോയ്ലറ്റിൽ നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ചന്തി കിടക്കാൻ സാധനമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. എൻ്റെ മോനെ കിടിലം. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. സിറ്റി സെൻറ്ററിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ ഡ്രൈവിംഗ് ബറാത്ത് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ തൊട്ട് നമുക്ക് ബീച്ചും കാര്യങ്ങളും സറാണ്ടയിൽ എക്സ്പ്ലോറിംഗ് ആണ്. നമ്മളിന്ന് വൈകിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. നോക്കട്ടെ അത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ നാളെ
കാണാം. അതുവരെ ബൈ ബൈ. അപ്പൊ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ ബൈ. ബൈ ബൈ ഫ്രം സറാണ്ടേ.